നമസ്തേ. ജാതക നിരൂപണത്തിൽ യോഗങ്ങൾക്കും ഫലങ്ങൾക്കും പ്രത്യേക പ്രാധാന്യമാണുള്ളത്. ചില ഭാവങ്ങളിൽ ചില ഗ്രഹങ്ങൾക്ക് പ്രത്യേക ബന്ധുഭാവബലത്തോടെ നിലകൊണ്ടാൽ ജാതകന് പ്രത്യേക ഫലാനുഭവങ്ങൾ ഉണ്ടാകും. ഇതിനെയാണ് യോഗഫലമെന്ന് പറയുന്നത്. നല്ല ജാതകമാണെങ്കിലും ചീത്ത യോഗഫലമുണ്ടെങ്കിൽ ദോഷാനുഭവങ്ങൾ ജീവിതത്തിൽ ഏറിയിരിക്കുകയും അതുപോലെ വളരെ മോശജാതകൻ യോഗഫലത്താൽ ഉത്കൃഷ്ടഫലം അനുഭവിക്കാറുമുണ്ട്. സാധാരണയായി 40 വയസ്സിന് മുകളിലാണ് യോഗഫലങ്ങൾ അനുഭവിക്കാറ്. യോഗങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനമായ രുചകം, ഭദ്രം, ഹംസം, മാളവ്യം, ശശം ഇങ്ങനെ 5 യോഗങ്ങളെയാണ് പഞ്ചമഹായോഗങ്ങൾ എന്ന് പറയുന്നത്. ഈ 5 യോഗങ്ങളും യഥാക്രമം ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി എന്നിങ്ങനെ ഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന യോഗങ്ങളാണ്. ഉച്ചസ്ഥനോ സ്വക്ഷേത്രസ്ഥിതനോ ആയ ചൊവ്വ ലഗ്നാൽ കേന്ദ്രത്തിൽ, അതായത് 1, 4, 7, 10 ഇതിലേതെങ്കിലും സ്ഥാനത്തിൽ നിന്നാൽ രുചകമഹായോഗം ഉണ്ടാകുന്നു. സുന്ദരനും അരുണകാന്തിയുള്ളതുമായ ശരീരമുള്ളവനും ശത്രുവിനെ ജയിക്കുന്നവനും ധനവാനും സുഖിമാനും സൈന്യം, കുതിരകൾ മുതലായവ തൻ്റെ അധികാരത്തിലുള്ളയാളും 70 വയസ്സിൽ കുറയാതെ ആയുസ്സുള്ളവനുമായിരിക്കും. ശാസ്ത്രം, മന്ത്രം, ജപം എന്നിവയിൽ സമർത്ഥനും രാജാവോ രാജതുല്യനോ ആയിരിക്കും ഇവർ. ബുധൻ ഉച്ചസ്ഥനോ സ്വക്ഷേത്രസ്ഥിതനോ ആയി ലഗ്നാൽ കേന്ദ്രഭാവങ്ങളിൽ നിന്നാൽ ഭദ്രയോഗം ഭവിക്കുന്നു. ഭദ്രമഹായോഗത്തിൽ ജനിച്ചയാൾക്ക് ബുദ്ധി, കീർത്തി, ധനം എന്നിവയോടുകൂടിയും ഗാംഭീര്യം കൊണ്ട് പുലിക്ക് സമാനമായ നോട്ടത്തോടുകൂടിയവനും നീണ്ടുരുണ്ട കൈകൾ, വലിയ ശരീരം ഇവയോടുകൂടിയവനുമായിരിക്കും. ഉച്ചക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ നിൽക്കുന്ന വ്യാഴൻ ലഗ്നാൽ കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ ഹംസയോഗമുണ്ടാകുന്നു. ഹംസമഹായോഗത്തിൽ ജനിച്ചയാൾ സുഖാനുഭവങ്ങൾ, ശാസ്ത്രപഠന സാമർഥ്യം, സ്വർണ്ണ നിറത്തിലുള്ള ശരീരം, കാമദേവന് സമാനമായ സൗന്ദര്യമുണ്ടാകുകയും സൽക്കർമ്മം ചെയ്യുന്നതിൽ താൽപ്പര്യമുണ്ടാകുകയും കലാചാരങ്ങളോട് താൽപ്പര്യമുണ്ടാകുകയും 82 വർഷം ജീവിച്ചിരിക്കുകയും ഫലമാകുന്നു. ശുക്രൻ ഉച്ചസ്ഥനോ സ്വക്ഷേത്രസ്ഥിതനോ ആയി ലഗ്നകേന്ദ്രത്തിൽ നിന്നാൽ മാളവ്യയോഗം ഭവിക്കുന്നു. മാളവ്യയോഗത്തിൽ ജനിച്ചയാൾ അന്യ സ്ത്രീകളിൽ താൽപ്പര്യം കാണിക്കുകയും ഭാര്യാപുത്രാദികൾ, സൽഗുണങ്ങൾ, വാഹനങ്ങൾ, ധനം, ശാസ്ത്രപാണ്ഡിത്യം, ഉത്സാഹശീലം, ഉപദേശകശക്തി ഇവയോടുകൂടി 77 വർഷം ജീവിച്ചിരിക്കും. ശനി ഉച്ചസ്ഥനോ സ്വക്ഷേത്രസ്ഥിതനോ ആയി ലഗ്നകേന്ദ്രത്തിൽ നിന്നാൽ ശശയോഗം ഭവിക്കുന്നു. ശശമഹായോഗത്തിൽ ജനിച്ചയാൾ തർക്കശീലം, രാജാവോ മന്ത്രിയോ ആയും വനങ്ങളിലും പർവ്വതങ്ങളിലും സഞ്ചരിക്കുന്നതിൽ താൽപ്പര്യം കാണിക്കുകയും രുദ്രാക്ഷങ്ങൾ പോലത്തെ കണ്ണുകളുള്ളവനും ഇവർക്ക് മാതൃഭക്തി എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. 70 വർഷം ജീവിച്ചിരിക്കും. ഈ പറഞ്ഞ യോഗങ്ങളിൽ ഒരു യോഗമുള്ളവൻ ഭാഗ്യവാനും, 2 യോഗമുള്ളവൻ രാജതുല്യനും, 3 യോഗമുള്ളവൻ സാക്ഷാൽ രാജാവും, 4 യോഗമുള്ളവൻ രാജപ്രധാനനും, 5 യോഗമുള്ളവൻ ചക്രവർത്തിയുമായി തീരുന്നതാണ്.